KSU ആക്രമണത്തിൽ SFI പ്രവർത്തകന് പരിക്ക് പറ്റിയിരിക്കുന്നു. അത് MG സർവകലാശാലയ്ക്ക് കീഴിലെ സ്കൂൾ ഓഫ് ഇന്ത്യൻ ലീഗൽ തോട്ടിലെ 4ാം വർഷ വിദ്യാർത്ഥിയും SFI യൂണിറ്റ് സെക്രട്ടറിയുമായിട്ടുള്ള അഭിനന്ദനാണ് KSU ആക്രമണത്തിൽ പരിക്ക് പറ്റിയിട്ടുള്ളത്. ക്യാമ്പസിലെ 4ാം വർഷ വിദ്യാർത്ഥികളും KSU പ്രവർത്തകരുമായ ഫുഹാദ്, അജ്മൽ, വൈഷ്ണവ, സാബിത്ത് എന്നിവർ 1ാം വർഷ വിദ്യാർത്ഥികളെ റാഗിങ്ങിനിരയാക്കുകയാണുണ്ടായത്. സനോജുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. സനോജ്, ഈ റാഗിങ്ങിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇത് 2ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ഇത്തരത്തിലൊരു വാർത്ത KSUവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്താണ് ഈ KSU ഇത്രമാത്രം അക്രമകാരികളായി വളരുകയാണോ സനോജ്? ഭദ്ര, KSUവിന്റെ ആക്രമണത്തിൽ, അതായത് 1ാം വർഷ വിദ്യാർത്ഥിയെ റാഗിംഗ് ചെയ്തപ്പോൾ ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് സ്കൂൾ ഓഫ് ലീഗൽ തോട്ട്സിലെ 4ാം വർഷ വിദ്യാർത്ഥിയും SFI യൂണിറ്റ് സെക്രട്ടറിയുമായിട്ടുള്ള അഭിനന്ദിന് KSUക്കാരുടെ മർദ്ദനമുണ്ടായത്. ഇത് റാഗിംഗ് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് KSUക്കാർ സംഘടിതമായി അഭിനന്ദിനെ മർദ്ദിച്ചത് എന്നുള്ളതാണ് പരാതി. സംഭവത്തിൽ ഗാന്ധിനഗർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 1ാം വർഷ വിദ്യാർത്ഥിയെ ഈ KSU പ്രവർത്തകർ ചേർന്ന് ബുക്ക് കയ്യിൽ കൊടുത്ത് ബൈക്ക് ഓടിക്കുന്ന രീതിയിൽ ആംഗ്യം കാണിക്കാൻ പറയുകയായിരുന്നു. അങ്ങനെ മാനസികമായി ഈ 1ാം വർഷ വിദ്യാർത്ഥിയെ പ്രയാസപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഈ കോളേജിൽ പാടില്ല എന്നും കോളേജിൽ റാഗിംഗ് പോലുള്ള സംഭവങ്ങൾ അനുവദിക്കുകയില്ല എന്നും SFI പ്രവർത്തകനായ അഭിനന്ദ് അറിയിക്കുകയും ചോദ്യം ചെയ്യുകയുമായിരുന്നു. ഇതിനെ തുടർന്നാണ് KSU പ്രവർത്തകരായിട്ടുള്ള 4 പേർ ചേർന്ന് മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സുഹാദ്, അജ്മൽ, വൈഷ്ണവ്, സാബിത്ത് എന്നിവരാണ് 1ാം വർഷ വിദ്യാർത്ഥികളെ റാഗിങ്ങിന് ഇരയാക്കിയത്. ക്യാമ്പസിൽ സംഘടിച്ചെത്തിയാണ് ഇവർ വിരോധം തീർത്തത് എന്നുള്ളതാണ് ഈ റാഗിങ്ങിന് വിധേയമായ അഭിനന്ദ് പറയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗാന്ധിനഗർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. റാഗിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ ഈ സംഭവത്തിൽ കേസെടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഭദ്ര. ശരി സനോജ്, എന്തായാലും നമുക്കറിയാം KSU ആക്രമണം അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അല്പസമയം മുമ്പാണ് നമ്മൾ തിരുവനന്തപുരത്ത് നിന്നും കേരള യൂണിവേഴ്സിറ്റിയിൽ സംഘർഷം കണ്ടത്. വടിയെടുത്തും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് ആണ് ആ ഒരു സമരത്തിന് ചുക്കാൻ പിടിച്ചത് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോഴിത് MG സർവകലാശാലയ്ക്ക് കീഴിലുള്ള മറ്റൊരു സ്ഥാപനത്തിലും ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് നേരെ, അത് SFI വിദ്യാർത്ഥികൾക്ക് നേരെ ഇത്തരത്തിൽ KSU ആക്രമണം അഴിച്ചുവിട്ടിട്ടുള്ളത്. അതും റാഗിങ്ങിന് ചോദ്യം ചെയ്തതാണ് ഇത്തരത്തിൽ അടിച്ചമർത്തലിന് കാരണം എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. സനോജാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.